Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the problem relating to sharing loss due to insolvency of a partner under two different bases. First one on the basis of their profit sharing ratio. Second one on the basis of their last agreed capital. Okay. Today we are going to discuss another problem relating to loss due to insolvency of a partner. A, B and C were in partnership, sharing profit and losses in the ratio of 3:2:1. The state of affairs as on dissolution of the firm was as follows. Balance sheet liability side, sundry creditors 60,000, A's loan 10,000, profit and loss account 6,000, A's capital 37,000, B's capital 18,000. Then asset side, fixed asset 70,000, stock and debtors 25,000, cash in hand 28,000, C's capital 8,000, balance sheet total 1,31,000. Then paragraph, the firm was dissolved on insolvency of C, whose private estate paid nothing. On dissolution, fixed asset realized rupees 65,000, stock and debtors realized rupees 18,000, and creditors were paid rupees 56,000 in full settlement. Realization expenses amounted to rupees 1,500 and unrecorded external liabilities paid 2,500. Close the accounts of the firm assuring first condition, partnership deed requires to share the loss due to insolvency in the profit sharing ratio. B, nothing about it is mentioned in the partnership deed. Okay, then partners capital account. Okay, capital account A, B, C, A, B, C. Okay, നമ്മുടെ ഇവിടെ എന്താണ് ക്യാപിറ്റൽ ബാലൻസ് ഗിവൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് ആണ്. എയുടെയും ബിയുടെയും ക്രെഡിറ്റ് ബാലൻസ് ആണ് 37,000, 18,000. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോസ് ഡെബിറ്റ് ബാലൻസ് 8,000 റുപ്പീസ് ആണ്. ഓക്കെ, അത് രണ്ട് എഴുതി. ദെൻ അസറ്റ് സൈഡ് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡ് തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അക്കുമുലേറ്റഡ് പ്രോഫിറ്റ് അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3:2:1 3,000, 2,000, 1,000. ഓക്കെ, ദെൻ റിയലൈസേഷൻ ലോസ് 6,000, 4,200 ആണ്. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരുന്നു, ആ ഫിഗർ ആണ്. ഓക്കെ, ഇനി ഈ റിയലൈസേഷൻ ലോസ് സോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ഈ 6,000, 4,000 സോൾവെന്റ് പാർട്ട്നേഴ്സ് എയും ബിയും ആണ്, അവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ബൈ ക്യാഷ് 6,000, 4,000. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ട് ബാലൻസ് ചെയ്യാണ്. ആദ്യം ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് 10,000 ഹയർ ഫിഗർ എഴുതി, 1,000 ഉള്ളൂ, അപ്പൊ 9,000 ആണ്. ഇവിടെ നമ്മുടെ ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് റിയലൈസേഷൻ ലോസും പ്രോഫിറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, എന്നാൽ അക്കുമുലേറ്റഡ് പ്രോഫിറ്റ് അക്കുമുലേറ്റഡ് ലോസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ക്യാപിറ്റൽ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ക്യാപിറ്റൽ 37 പ്ലസ് അക്കുമുലേറ്റഡ് പ്രോഫിറ്റ് 3,000, ദാറ്റ് മീൻസ് 40,000, 18,000 പ്ലസ് 2,000 അങ്ങനെ 20,000. അപ്പം 40,000 ഈസ് ടു 20,000. 40,000 ഈസ് ടു 20,000 ആണ്. ദാറ്റ് ഈസ് 2:1 പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്യുക. 2:1 ആണ് ഇവിടുത്തെ പ്രോഫിറ്റ് എന്താ പറയാ ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ 9,000 ആ പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്തു. 9,000 ഇൻറ്റു എന്താണ് 2/3 ഇൻറ്റു 1/3 അതാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്ന ഫിഗേഴ്സ്. അപ്പൊ 6,000, 3,000 കിട്ടും. അപ്പൊ അത് അവിടെ തീർന്നു. അപ്പം സോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എടുത്തിട്ട് ഇൻസോൾവെന്റ് പാർട്ട്ണർ. അപ്പൊ സോൾവെന്റ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ 6,000, 3,000 നമ്മുടെ ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ കോളത്തിൽ എഴുതി. ദെൻ ടു സീസ് ക്യാപിറ്റൽ എഴുതിയിട്ട് സോൾവെന്റ് പാർട്ട്നേഴ്സിന്റെ കോളത്തിൽ 6,000, 3,000 കാണിച്ചു. ഓക്കെ, ദെൻ ഇവരുടെ എയുടെയും ബിയുടെയും അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 46,000 എഴുതി. ഇവിടെ ടോട്ടൽ ചെയ്തപ്പോൾ 24,000. അപ്പൊ 46,000 24,000 ഹയർ ഫിഗർ ആയതുകൊണ്ട് ഈ രണ്ട് സൈഡിലും എഴുതി. ദെൻ ഇത് രണ്ടും കുറച്ച് പേരാണ് 12,000 46,000 കുറച്ചപ്പോൾ 34,000 ആണ് ബാലൻസ് വന്നത്. അതുപോലെ ബിയുടെ ബാലൻസ് പറഞ്ഞത് 17,000 ആണ്. ദീസ് ടു ഫിഗേഴ്സ് ട്രാൻസ്ഫർ ടു എങ്ങോട്ടാണ്? ക്യാഷ് അക്കൗണ്ട്. ഇത് ഈ രണ്ട് ഫിഗർ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി ക്യാഷ് അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആവും. ഓക്കെ, ദ ലാസ്റ്റ് പാർട്ട് ആണ് എന്താണ് പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് അക്കൗണ്ട് ആണ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 28,000 ടു ബാലൻസ് ബ്രോഡ് ഓൺ 28,000. അസറ്റ് റിയലൈസ് ചെയ്ത് 83,000 ആണ് അസറ്റ് റിയലൈസ് ചെയ്തത്. ദെൻ ലൈബിലിറ്റി പേ ചെയ്തത് 60,000. ഓക്കെ, ദെൻ നോക്കിയേ എയും ബിയും അവരുടെ ഷെയർ ഓഫ് എന്താണ് റിയലൈസേഷൻ ലോസ് ബ്രിങ് ഇൻ ക്യാഷ് ആണ്, ബ്രോട്ട് ഇൻ ക്യാഷ് ആണ്. എത്രയാണ്? 6,000, 4,000. 6,000 രൂപയും 4,000 രൂപ വീതവും അവരെന്ത് ചെയ്യണം?
അവരുടെ ക്യാഷ് ബാലൻസ് അവരുടെ റിയലൈസേഷൻ ലോസ് അവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ. ദെൻ എയുടെ ലോൺ ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്നു 10,000. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ അതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത ഫിഗറാണ്. എസ് പോർഷൻ 34,000, ബിസ് ക്യാപിറ്റൽ 17,000. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം റിയലൈസേഷൻ ലോസ് സോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രൊപ്പോർഷന് മാറിയത് ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷനെ ഡിവൈഡ് ചെയ്തിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ അതിൽ ആ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ 34,000 17,000 വന്നു. ടോട്ടൽ 1,21,000 1,21,000 നമുക്ക് ടു സൈഡും ഈക്വൽ ആയി. ദാറ്റ് മീൻസ് ഡെബിറ്റ് ഓൾവേസ് ഈക്വൽ ടു ക്രെഡിറ്റ് ആയി. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുക, നമ്മുടെ ഇന്ന് രണ്ട് മെത്തേഡിലും നമ്മൾ ഇന്ന് ഈ പ്രോബ്ലം ചെയ്തു. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷനിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത് സോൾവെൻറ്റ് പാർട്ട്നേഴ്സിൻ്റെ റിയലൈസേഷൻ ലോസ് ക്യാഷായിട്ട് കൊണ്ടുവരണം. പിന്നെ കൂടാതെ അവരുടെ ഇൻസോൾവെൻറ്റ് പാർട്ട്ണറുടെ ഡെഫിഷ്യൻസി ഡിവൈഡ് ചെയ്യുന്നത് ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റലിൻ്റെ ബേസിലായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടായിരിക്കണം ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്, വൈ ആൻഡ് ഇസഡ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഈക്വലി. Their balance sheet as on 31st December 2014 is given as under. Balance sheet liability side. X capital 8,000, Z capital 6,000, reserve 9,000, creditors 32,000. Y's asset side ആണ്. Y's capital 3,000, machinery 20,000, furniture 8,000, debtors 20,000, cash 4,000. Balance sheet total 55,000. Paragraph. The firm is dissolved due to insolvency of Y, who is unable to pay anything to the firm. Machinery realized rupees 15,000 and furniture realized rupees 3,200. Rupees 12,000 was recovered from debtors. Creditors were paid at a discount of 5%. Prepare necessary ledger accounts applying Garner versus Murray decision. Dear students, try to solve this problem. Stay home and stay safe.